ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ സെക്കൻഡ് ലെസൺ ആണ് ക്രിയേറ്റിംഗ് യുവർ ഫസ്റ്റ് പ്രൊഡക്റ്റ് പേജ് ഓൺ ഷോപ്പിഫൈ. അതായത് നമ്മൾ ഇന്ന് ഷോപ്പിഫൈ സ്റ്റോറിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പോണെയാണ്. അപ്പോൾ ഇന്നോട്ട് നമ്മളൊരു മെയിൻ പാർട്ടിലോട്ട് കടന്നു തുടങ്ങി. അപ്പോൾ പ്രൊഡക്റ്റൊക്കെ ആഡ് ചെയ്ത് തുടങ്ങാൻ പോകണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അത് എങ്ങനെയാണ് അതിലോട്ട് ആഡ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്ക്രീനിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് തന്നെ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിൻ്റെ ബാക്ക് എൻഡിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഡക്ട്സ് കാണാം. നേരത്തെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ സെഷനിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ആഡ് പ്രൊഡക്ട്സ് കാണാൻ പറ്റും. ഈ പേജിലാണ് നമ്മൾ നമ്മുടെ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാൻ പോണത്. അപ്പോൾ പ്രൊഡക്ട്സ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യും. തീമും കസ്റ്റമൈസൊക്കെ ചെയ്യുന്നത് വേറെ സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പോർട്ടബിൾ ബ്ലെൻഡർ ബോട്ടിൽ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു പേരിടാം, ബ്ലെൻഡി. ഓക്കെ, ബ്ലെൻഡി നമുക്ക് പേരിടാം. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഏതാണ്, നിങ്ങൾ കണ്ടുപിടിച്ച പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണം പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ കൂടുതലും എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ബെനിഫിറ്റ്സും അതിൻ്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എന്താ കൊടുക്കേണ്ടതെന്ന് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഇത് പോകേണ്ടത്. അതായത് ഫസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഒരു ഹെഡ്ലൈൻ ഉണ്ടാവണം, ഒരു സെൻറ്റൻസ് ഉണ്ടാവണം, ഒരു ഗിഫ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഒരു 4 എണ്ണം, പിന്നെ അവസാനം അതിൻ്റെ സ്പെസിഫിക്കേഷൻ. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാനിത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്ക് ഇത് എങ്ങനെ ആഡ് ചെയ്യും എന്ന് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, നമ്മൾ തിരിച്ചുപോയി. ഫസ്റ്റ് തന്നെ നമ്മൾ ഫസ്റ്റ് വന്നത് ഹെഡ്ലൈൻ. ഓക്കെ, ഫസ്റ്റ് ഹെഡ്ലൈൻ എന്താ കൊടുത്തേക്കുന്നത്? ഫ്രഷ് സ്മൂത്തീസ് ഓൺ ദ ഗോ. ഓക്കെ, അപ്പം നമ്മൾ ഇത് കോപ്പി ചെയ്യുക, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ എന്തായാലും ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് എന്തെങ്കിലും ChatGPT AI ജനറേറ്റഡ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ അത് തന്നെ ജനറേറ്റ് ചെയ്ത് തരും. പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈൻസ് മാറ്റാനായിട്ടാണ്. വലുതാക്കാം, ചെറുതാക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം. അപ്പോൾ എനിക്ക് കൂടുതലും ഹെഡ്ലൈൻ 3 ഇടാമെന്നാണ് ഇഷ്ടം, ബോൾഡാക്കി ഇടാം. പിന്നെ നമ്മൾ സെൻട്രൽ അലൈൻ ചെയ്യുക, അതാണ് എപ്പോഴും ഭംഗിയിൽ കിടക്കുള്ളൂ. പിന്നെ ഇത് ബോൾഡാക്കാൻ ഇറ്റാലിക്സ്, അണ്ടർലൈൻ കാര്യങ്ങൾ ഇത് കളർ ചെയ്യാൻ. പിന്നെ ഇവിടെ നമുക്ക് ലിങ്ക് ആഡ് ചെയ്യാം, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഇത് ഫോട്ടോ ആഡ് ചെയ്യാനും ഇത് വീഡിയോ ആഡ് ചെയ്യണം. വീഡിയോ ആഡ് ചെയ്യലും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം നമ്മളൊരു വീഡിയോ നമ്മുടെ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജ് ലോഡ് ആവാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഗിഫൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇമേജ് വഴി ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഇതാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ ഒരു സെൻറ്റൻസ് നമ്മളിവിടെ ആഡ് ചെയ്തു. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പാരഗ്രാഫിലിടണം, ബോൾഡ് മാറ്റണം, എന്നിട്ട് സെൻട്രൽ അലൈൻ ചെയ്യണം. ഓക്കെ, എപ്പോഴും സെൻട്രൽ അലൈൻ ചെയ്ത് ഇടാൻ ശ്രമിക്കുക, അതായിരിക്കും കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ടാവുക. ഓക്കെ, കുറച്ച് സ്പേസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു ഗിഫ് ആഡ് ചെയ്യാം. ഗിഫ് ആഡ് ചെയ്യാനാണ് നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത്. നമ്മളൊരു ഗിഫ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ ആയതുകൊണ്ട് ഒരു ഗിഫ് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഇൻസേർട്ട് ഇമേജിൽ നിൽക്കുക, അപ്ലോഡ് ഇമേജ്. ഞാൻ ലൈക്ക് ഈ ഇമേജസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷൻ ഇമേജസിൽ നമ്മുടെ ഇവിടെ ഒരു വീഡിയോ ഉണ്ട്. നമ്മൾ ഓക്കെ, അത് ഫയൽ അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഡൺ. ഓക്കെ, അപ്പോൾ അത് അവിടെ വന്നു. ഇനി നമുക്ക് അടുത്തത് അതുപോലെ തന്നെ അടുത്തതും ചെയ്യാം. അപ്പോൾ പിന്നെയും നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? ഹെഡ്ലൈൻ, സെൻറ്റൻസ്, ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഗിഫ്. അപ്പോൾ നമ്മൾ അടുത്ത
അതുപോലെ തന്നെ ചെയ്യാം. അത് ഒരു ഹെഡിങ് നമ്മൾ 3 ഓക്കെ, സെൻട്രൽ ലൈൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് കോപ്പി ചെയ്യാം. ബോൾഡ് നമുക്ക് വേണ്ട, ബോൾഡ് മാറ്റ് പാരഗ്രാഫിൽ തന്നെ കിടക്കുന്നത്, സെൻറ്റർ അലൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സൈലൻറ്റ് ബ്ലൈഡ് ടെക്നോളജി എന്നാണ് എഴുതിയത്. അപ്പോൾ അതിന് പറ്റിയൊരു ഫോട്ടോ നമ്മൾ തന്നെ ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ഇമേജ്. ഇതിൽ നമുക്ക് ഈ ഒരു ഇമേജ് ആഡ് ചെയ്യാം. അപ്ലോഡിങ് ആയിക്കൊണ്ടിരിക്കണേന്ന്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമേജ് ഇവിടെ ആഡായി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാക്കിയുള്ള 2 കൂടി ഉണ്ട്, അത് 2 കൂടി ചെയ്യാം. അപ്പോൾ ഞാൻ അത് കാണിക്കണില്ല, അത് കട്ട് ചെയ്യണേണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ ഫോട്ടോസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്കിപ്പോൾ കാണാം, എല്ലാം ആഡ് ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ സംഭവം കൊടുത്തിട്ട് ഒരു ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് കൂടുതലും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് കൊടുക്കാൻ ശ്രമിക്കുക. എഫേർട്ട്ലെസ് ക്ലീനിങ്, അപ്പോൾ ക്ലീനിങ് ചെയ്യണ പോലത്തെ ഒരു ഫോട്ടോ. നമുക്ക് ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ കോമ്പറ്റേറ്റേഴ്സിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അലിബബ ഉണ്ട്, അലി എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഇടാം. പിന്നെ എപ്പോഴും ബെനഫിറ്റ്സ് എഴുതാൻ ശ്രമിക്കുക. ഇതുകൊണ്ട് നിങ്ങൾക്കുള്ള ഗുണം എന്തായിരിക്കും, അതാണ് നിങ്ങൾ അവരോട് പറയേണ്ടത്. പിന്നെയെന്ന് വെച്ചാൽ അവസാനമായിട്ട് നമ്മൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ ആഡ് ചെയ്യാം. എന്താണ് മെറ്റീരിയൽ, എന്താണ് വെയിറ്റ്, എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ബാക്കി ഉള്ള സ്പേസൊക്കെ കളയാം. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ പേജിൽ പ്രൊഡക്ട്സ് ഇപ്പോൾ ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ പ്രോംപ്റ്റ്, ഈ കാര്യങ്ങൾ എങ്ങനെയാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ChatGPT-ന്ന് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം, ഇതൊന്നും നമ്മൾ എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നേരെ നമ്മൾ ChatGPT ചെല്ലാം. എന്നിട്ട് നമുക്കൊരു പ്രോംപ്റ്റ് ഉണ്ട്, ഞാൻ എഴുതി ഉണ്ടാക്കിയ പ്രോംപ്റ്റ്. ഇതങ്ങനെ അടിച്ചു കൊടുക്കുക. അടിച്ചു കഴിയുമ്പോൾ നമ്മൾ ChatGPT തന്നെ നമുക്ക് വേണ്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തരും. ഓക്കെ, ഇനിയിപ്പോൾ ഇതല്ല നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ട് ശരിയായില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കോമ്പറ്റേറ്റീവ് വെബ്സൈറ്റിലോട്ട് പോവാം. അത് നമ്മളിങ്ങനെ ഈ എന്താണ് നമ്മുടെ ഈ ബ്ലെൻഡർ ബോട്ടിൽ ചെയ്യണ വേറെ ഷോപ്പിഫൈ ഉണ്ടാവുമല്ലോ, അത് ബ്ലെൻഡർ ബോട്ടിൽ നിന്ന് അടിച്ചു കൊടുത്താൽ മതി. പോർട്ടബിൾ ബ്ലെൻഡർ ബോട്ടിൽ നിന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് കുറേ വേറെ വെബ്സൈറ്റ്സ് കാണിക്കും. അപ്പോൾ അതിൽ ചെല്ലാം. എന്നിട്ട് അവരുടെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കുക. ഇവിടെയൊക്കെ അവരുടെയൊക്കെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അത് നമ്മുടെ ChatGPT കൊണ്ടുപോയി ഇടുക. എന്നിട്ട് റീറൈറ്റ് ചെയ്ത് തരാൻ പറയാം. റീറൈറ്റ് ദ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം. അപ്പോൾ അത് റീറൈറ്റ് ചെയ്ത് തരും. ഓക്കെ, പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ എടുത്തിടണമെന്നൊന്നുമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റി മാറ്റി എഴുതാം. നമുക്ക് ChatGPT-നോട് പറയാം ഇങ്ങനെയല്ല വേണ്ടത്, കുറച്ചും കൂടി നല്ലോണം വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് എഴുതി തരും. അപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് ചിന്തിച്ച് സമയമൊന്നും കളയണ്ട, സ്വന്തമായിട്ട് എഴുതാനും കഷ്ടപ്പെടണ്ട. അപ്പോൾ ആ കാര്യമുണ്ട്. എന്നിട്ട് നമുക്കിനി തിരിച്ച് നമ്മുടെ ഇതിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഇപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഫോട്ടോസ്, മെയിൻ ഇമേജൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം ഇതിപ്പോൾ എങ്ങനെയാണ് വന്നേക്കണേന്ന് നമ്മൾ കണ്ടു നോക്കണം. അപ്പോൾ ഇവിടെ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ എന്താ ചെയ്ത് വെച്ചേക്കുന്നതെന്ന്. ഓക്കെ, പിന്നെ നമുക്കിതിൻ്റെ മൊബൈൽ ഇമേജ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ റെഡിയാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ചെറിയ ഒരു റൈറ്റിംഗ് ഉള്ളൂ, അപ്പോൾ ആർക്കാണെങ്കിലും പെട്ടെന്ന് വായിച്ച് പോകാൻ പറ്റുന്ന
കാര്യങ്ങളാണ് എഴുതിയേക്കുന്നത്. അത്ര സിമ്പിളായിട്ട് വേണം നമ്മൾ ഒരാൾക്ക് വായിച്ച് സ്കാൻ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിക്ക് ആക്കണം. കാരണം ഭയങ്കര വലിയ കഥ ഒന്നും എഴുതി വെക്കരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മെയിൻ ഇമേജ് ഇതുവരെ വന്നിട്ടില്ല, അത് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇനി അത് ആഡ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്യണ സമയത്ത് നമുക്ക് നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിൻ്റെ ഒക്കെ സൈറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ഡൗൺലോഡ് ചെയ്യണ സമയത്ത് നമ്മൾ അവരുടെ ബ്രാൻഡ് നെയിം ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ഡൗൺലോഡ് ചെയ്യരുത്, കാരണം പ്രശ്നമാവും. ഇപ്പം ബ്രാൻഡ് നെയിം ഇല്ലാത്ത പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോസ് ഇമേജസ് ഉണ്ടാവും വേറെ ഷോപ്പിഫൈൻ്റെ സ്റ്റോറിലൊക്കെ. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് വേണം ചെയ്യാനായിട്ട്, അല്ലാതെ ബ്രാൻഡ് നെയിം ഉള്ള ഇമേജ് എടുത്ത് ഇടരുത്. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് ഇടരുത്, അത് പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് താഴത്തോട്ട് പോവാം. ഇവിടെയാണ് നമ്മൾ മെയിൻ ഇമേജ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇമേജസ്, മെയിൻ ഇമേജസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ എത്ര ഇമേജസ് ആഡ് ചെയ്യാം. ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ എല്ലാം കൂടി ആഡ് ചെയ്തിട്ടു. ഓക്കെ, എന്നിട്ട് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ സേവ്ഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചിവിടെ വന്നിട്ട് ഒന്ന് പേജ് റിഫ്രഷ് ചെയ്ത് നോക്കാൻ വന്നില്ല എന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ സാധനം വന്നിട്ടുണ്ട്. നമുക്കിന്ന് സ്വൈപ്പ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ അത് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ബ്രാൻഡുള്ള പ്രൊഡക്റ്റിൻ്റെ ഇമേജസ് എടുത്ത് ഇടാണ്ടിരിക്കുക. നമ്മുടെ അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ പ്രൊഡക്റ്റ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ഇനിയുണ്ട്, അതൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് പുറകെ അടുത്ത വീഡിയോസിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈസൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് നേരെ തിരിച്ചു പോവാം. തിരിച്ചു പോയിട്ട് അപ്പോൾ അടുത്തത് നമുക്ക് നമ്മുടെ പ്രൈസ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു എമൗണ്ട് നമ്മളൊരു 999 ഞാനിപ്പോൾ ഇട്ട്. ഇതെന്ന് വെച്ചാൽ കമ്പാരറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളയണ വിട്ടിട്ടുണ്ടാവില്ലേ. ഇപ്പോൾ 1500 രൂപയുടെ പ്രൊഡക്റ്റ് ഞാനിപ്പോൾ 500 രൂപ കൊടുക്കുന്നു അങ്ങനെ പറയില്ലേ. അപ്പോൾ ആ ഒരു വെട്ടിക്കളയണ ആ ഒരു പ്രൈസാണ് നമ്മളിവിടെ ഇടുന്നത്. അത് ഞാൻ 199 ഇട്ടിട്ടുണ്ട്. ഈ ടാക്സ് നമ്മൾ ഓഫ് ചെയ്തിടുക, കാരണം നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മേളിൽ ടാക്സ് ഒന്നും വെക്കണ്ട. നമുക്ക് വേറെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാക്സിൻ്റെ കാര്യം. നമ്മൾ ഒരിക്കലും ഇവിടെ പ്രൊഡക്റ്റിൻ്റെ മേളിൽ ടാക്സ് ഇട്ട് കൊടുക്കരുത് ആർക്കും. ഓക്കെ, പിന്നെ ഇത് അവിടെ ഇരിക്കട്ടെ, അത് കുഴപ്പമില്ല. പിന്നെ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ കുറേ പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വരും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് അതിനൊരു പേരിടാം, ബ്ലെൻഡി എന്ന് പേരിടാം. ഓക്കെ, പിന്നെ ഇത് കണ്ടിന്യൂ സെല്ലിങ് വെൻ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ തീർന്നു പോയാലും അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് കാണിക്കരുത്. ഓക്കെ, സ്റ്റോക്കിലുണ്ട് എന്ന് തന്നെ കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. അതായത് ഓക്കെ, ഞാനപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഞാൻ സേവ് ചെയ്ത് കാണിച്ചു തരാം എന്താ സംഭവിച്ചേക്കുന്നതെന്ന്. നമുക്ക് പേജിൽ പോവാം, റിഫ്രഷ് ചെയ്യാം. കണ്ട, അപ്പോൾ ഇവിടെ 999 കിട്ടി, ഇവിടെ 199 സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇവിടെ സോൾഡ് ഔട്ട് എന്നെന്തോ ആയിരുന്നു എഴുതിയിരുന്നത്, ഇപ്പം അത് മാറി സെയിലിനായി. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നാലും, നമ്മുടെ ഇൻവെൻറ്ററി അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ മറന്നാലും, നമ്മൾ ഈ കണ്ടിന്യൂ സെല്ലിങ് വെൻ ഔട്ട് ഓഫ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും ഉണ്ടാവും, സ്റ്റോക്കിലുണ്ടെന്നേ കാണിക്കുള്ളൂ, ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് കാണിക്കില്ല. അതിനുവേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എന്തായാലും ടിക്ക് ഇട്ട് വെക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് വേരിയൻസ് ആഡ് ചെയ്യാം. വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ നമുക്കിവിടെ വൈറ്റ് കളറിലുണ്ട്, പിങ്ക് കളറിലുണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് കളറുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 3 വേരിയൻസ് ആഡ് ചെയ്യാം. ആഡ് വേരിയൻസ് കളർ, അപ്പോൾ ആഡ് കളർ,
ഓക്കെ, വൈറ്റ് ആഡ് ചെയ്യാം. പിന്നെ പിങ്ക് ഉണ്ട്. പിന്നെ ഇതുള്ളത് ബ്ലാക്ക്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ 3 വേരിയൻസ് ആഡ് ചെയ്ത് വൈറ്റ്, പിങ്ക്, ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് സേവ് ചെയ്തിട്ട് നോക്കി വെക്കാം എങ്ങനെയൊക്കെ നമ്മുടെ സൈറ്റിൽ വരണമെന്ന്. റിഫ്രഷ് ചെയ്യുക. കണ്ടോ? അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് 3 കളറിൽ അവൈലബിൾ ആണെന്നാണ് കാണിക്കുന്നത്. വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ വേണം നമുക്ക് പിക്ചേഴ്സും ആഡ് ചെയ്യാം, ഇമേജസ് വേണം നമുക്ക് ഇമേജസും ആഡ് ചെയ്യാം. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ വേരിയൻസ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ വേരിയൻസിന് എഴുതിയേക്കണം ഇവിടെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൾക്ക് എഡിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഓരോന്നും കാണാം. അപ്പോൾ ഇവിടെ ഈ SQ നമുക്ക് 1 ഒക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ ബ്ലെൻഡി നമുക്ക് ബ്ലെൻഡി വൈറ്റ്, ബ്ലെൻഡി പിങ്ക് ആൻഡ് ഇത് നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കോളംസ് ആഡ് ചെയ്യണം. എന്തൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളത്? കമ്പയർഡ് പ്രൈസ്, ചാർജ് ടാക്സ്, പിന്നെ ഇവിടെ നമുക്ക് കണ്ടിന്യൂ സെല്ലിംഗ് വെൻ ഔട്ട് ഓഫ് സ്റ്റോക്ക്, ട്രാക്ക് ക്വാണ്ടിറ്റി. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മളിത് സേവ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ സെല്ലിംഗ് ഓണായി കിടക്കുക, ടാക്സ് എപ്പോഴും ഓഫായി കിടക്കുക. ടാക്സ് നമ്മൾ ആർക്കും കൊടുക്കണില്ല, ആരുടെ മേലെ ടാക്സ് വെക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്ക് പോവാം. ഓക്കെ, നമ്മുടെ വേരിയൻസും എല്ലാം ഇപ്പോൾ ഓൾറെഡി സെറ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോത്തിൻ്റെ ഇപ്പോൾ വൈറ്റ് കളർ ഇവിടെ കൊടുക്കാം, ഒരെണ്ണം പിങ്ക്, ഒരെണ്ണം ബ്ലാക്ക് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ URL സെറ്റ് ചെയ്യാം. ഇവിടെ എഡിറ്റ് വെക്കാം. അപ്പോൾ നമ്മുടെ ഇത് സെർച്ച് ചെയ്യണ സമയത്ത് ഈസി ആയിട്ട് കിട്ടണം. നമ്മുടെ URL ഇപ്പോൾ പ്രൊഡക്റ്റ് ബ്ലെൻഡി പോർട്ടബിൾ ബ്ലെൻഡർ എന്നാണ്. നമുക്ക് അത് തന്നെ മതി. ഇപ്പോൾ അത് മാറ്റേണ്ട ആവശ്യമില്ല. ചെറുതാക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഓവറോൾ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് പേജ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അതായത് ഇതൊരു ബെയർ പ്രൊഡക്റ്റ് പേജാണ്. ഇതിൽ നമ്മൾ ഡിസൈനിങ് കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് സ്റ്റാറ്റസ് എപ്പോഴും ആക്റ്റീവ് ആണെന്ന് തന്നെ ആക്റ്റീവ് ആക്കി തന്നെ വെക്കാം. വേറെ ഇതിൽ ഇനിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി നമ്മുടെ പ്രൊഡക്റ്റ് പേജ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് പേജ് കിടക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് പേജാണ്. പക്ഷേ ഇതിൽ നമ്മളിപ്പോഴും ഡിസൈനിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് പുറകെ വരണുള്ളൂ. ഇതിൽ ഇനി റിവ്യൂസ് കയറ്റാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിനി ചെയ്യാണ്ട്. അപ്പോൾ ഒരു ബെയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പേജ് ഇപ്പോൾ റെഡിയായി. ഇങ്ങനെ നമുക്ക് എന്തോരം പ്രൊഡക്റ്റ്സ് വേണം അതൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ സെഷൻ കഴിഞ്ഞേക്കണാണ്. അപ്പോൾ എനിക്ക് തോന്നണം നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിലോട്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചിന്തിക്കാനൊന്നും ഉണ്ടായില്ല. കാരണം നമ്മുടെ ChatGPT ഉള്ളതുകൊണ്ട് സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യം പോലും നമുക്കില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കുറേ ഫ്ലോട്ടിംഗ് ബട്ടൺസ് അങ്ങനെ കുറേ കാര്യങ്ങൾ, റിവ്യൂ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മുടെ ഡിസൈനിങ് പാർട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബെയർ സ്ട്രക്ചറേ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം, മനസ്സിലായില്ല എന്നാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മെയിൽ ID കൊടുത്തിട്ടുണ്ട്, അതിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, ഇമെയിൽ ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി തുടങ്ങുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ പെട്ടെന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും. തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ആഡ് ആവാവുന്നതാണ്. പിന്നെ ഷോപ്പിഫൈ സ്റ്റോർ നിങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കി തരണമെങ്കിൽ നമ്മുടെ ടീം റെഡിയാണ്, പറഞ്ഞാൽ മതി.
നമ്മുടെ ടീം സെറ്റ് ചെയ്ത് തരുന്നതായിക്കോളൂ. അതിന് ഇമെയിൽ അയച്ചാൽ മതി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണവർ ഇന്ന കാര്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാൻ ശ്രമിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത സെഷനിൽ കാണാം. അതുവരെ ബൈ.